കുറേനക്കാരനായ ശീമോനെ കുറിച്ചുള്ള ഒരു സന്ദേശമാണ് ഇവിടെ നാം കേൾക്കുന്നത്. കുറേനക്കാരനായ ശീമോനെ കുറിച്ച് അധികം ആരും പ്രസംഗിച്ചിട്ടില്ലെങ്കിലും സുവിശേഷങ്ങളിലെ 3 എഴുത്തുകാർ കേവലം 3 വാക്യങ്ങൾ മാത്രം പരാമർശിച്ചിട്ടുള്ളൂ എങ്കിലും കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളെ നേരിട്ട് അതിൻ്റെ വേദനകളെ ഒപ്പിയെടുത്ത അവസാന നിമിഷങ്ങളാണ് തൻ്റെ ജീവിതത്തിൽ തനിക്ക് വരുത്തിയ മാറ്റം. ആ മാറ്റത്തെക്കുറിച്ച് അതിനുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ചും പരാമർശിച്ചിരിക്കുന്ന കാര്യങ്ങളാണ് തുടർന്നുള്ള ഈ സന്ദേശത്തിൽ വിശദീകരിച്ചിരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 27:32. Matthew's Gospel chapter 27 and verse 32. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു. There we read like this. അവർ പോകുമ്പോൾ ശീമോൻ എന്ന് പേരുള്ള കുറേനക്കാരനെ കണ്ടു, ക്രൂശ് ചുമപ്പാൻ നിർബന്ധിച്ചു. As they were coming out, they found a man of Cyrene named Simon, whom they pressed into service to bear his cross. അടുത്ത വാക്യം മർക്കോസിന്റെ സുവിശേഷത്തിലാണ്. അതിന്റെ 15:21 വാക്യം. A second time he is mentioned is in Mark's Gospel chapter 15 and verse 21. അവിടെ തന്നെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അലക്സാണ്ടറിൻ്റെയും റൂഫസിൻ്റെയും അപ്പനായി വയലിൽ നിന്നും വരുന്ന കുറേനക്കാരനായ ശീമോനെ അവൻ്റെ ക്രൂശ് ചുമപ്പാൻ നിർബന്ധിച്ചു. There we read like this. They pressed into service a passerby coming from the country, Simon of Cyrene, the father of Alexander and Rufus, to bear his cross. മൂന്നാമത്തെ വാക്യം ലൂക്കോസിന്റെ സുവിശേഷം 23:26 വാക്യമാണ്. The third time he is mentioned is in Luke's Gospel chapter 23 and verse 26. അവിടെ നാം അവനെക്കുറിച്ച് വായിക്കുന്നത്, അവനെ കൊണ്ടുപോകുമ്പോൾ വയലിൽ നിന്നും വരുന്ന ശീമോൻ എന്ന കുറേനക്കാരനെ പിടിച്ചു, ക്രൂശ് ചുമപ്പിച്ചു, യേശുവിൻ്റെ പിന്നാലെ നടക്കുമാറാക്കി. When they led him away, they seized a man, Simon of Cyrene, coming in from the country, and placed on him the cross to carry behind Jesus. ഈ 3 വാക്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നിങ്ങളോട് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. What I desire to speak to you is on the basis of these 3 verses. ഇവിടെ നാം നോക്കുക, സമാനതയുള്ള ചില കാര്യങ്ങളുണ്ട്. There are certain things that are common in all these 3 verses. എല്ലാ വാക്യങ്ങളിലും ഒരു കാര്യം വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നത് ക്രൂശ് ചുമപ്പാൻ നിർബന്ധിച്ചു എന്നാണ്. One thing that is mentioned in all 3 verses is that he was forced to take the cross. എന്നാൽ ലൂക്കോസിലേക്ക് വരുമ്പോൾ അല്പം കൂടെ കൂടുതലായി പറയുന്നുണ്ട്, പിടിച്ചു, ക്രൂശ് ചുമപ്പിച്ചു, യേശുവിൻ്റെ പിന്നാലെ നടക്കുമാറാക്കി. But when we come to the gospel according to Luke, a little more detail is given. It says they seized him and they placed on him the cross to carry behind Jesus. ഈ കാര്യങ്ങൾ മുന്നോട്ട് പറയുന്നതിന് മുമ്പ് ഈ കുറേനക്കാരനെ കുറിച്ചൊന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. Before we look at other things, it's important to think about this person, Simon of Cyrene. ഈ കുറേന എന്ന് പറയുന്നത് ഒരു സ്ഥലത്തിന്റെ പേരാണെന്ന് ഒരുപക്ഷെ മനസ്സിലാക്കും നമ്മൾ. We can understand that Cyrene would be referring to a place. ഈ സ്ഥലം ലിബിയ എന്ന് പറയുന്ന ആഫ്രിക്കൻ കോണ്ടിനെന്റിലുള്ള അതിൻ്റെ തലസ്ഥാനമായ ട്രിപ്പോളി എന്ന് പറയുന്ന സ്ഥലത്തിനടുത്തുള്ള ഒരു ഗ്രാമമാണ് ഈ കുറേന എന്ന് പറയുന്നത്. It is a place which is in the African continent in the country of Libya, very close to its capital. We see this as a village. ഇദ്ദേഹം ഒരു യഹൂദനല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. And therefore we can understand that this person was not a Jew. പക്ഷേ ഒരു യഹൂദ മതാനുസാരിയാണ്. But he is a follower of Jewish religion. യഹോവയെ ദൈവത്തെ മനസ്സിലാക്കി ആ ദൈവത്തെ സേവിക്കുവാൻ തക്കവണ്ണം പുറപ്പെട്ട ഒരു വ്യക്തിയാണ്. A man who understood who God is and chose to believe in him and to follow after him. അങ്ങനെ ഇദ്ദേഹം ഒരുപക്ഷെ പെസഹ പെരുന്നാളിന് സംബന്ധിക്കാനായിട്ട് 2-3 ആഴ്ച കപ്പൽ യാത്രയൊക്കെ ചെയ്ത് മെഡിറ്ററേനിയൻ സീ കടന്ന് ഇദ്ദേഹം ഈ യെരുശലേമിൽ എത്തി എന്ന് മനസ്സിലാക്കുക. And therefore this man most likely in order to attend the Passover would have taken about 2 to 3 weeks of journey by ship
through the Mediterranean Sea and would have come to the city of Jerusalem. ഈ ഖുറേന എന്നുള്ള ആഫ്രിക്കൻ കോണ്ടിനെന്റിലായ ഒരു സ്ഥലമായതുകൊണ്ട് ഒരുപക്ഷെ താൻ ഒരു കറുത്തവനാണെന്ന് ചിന്തിക്കാം. Since Cyrene is a place from the African continent, most likely he may have been a black person. ഒരുപക്ഷെ ഒരു അടിമ ആയിരിക്കാൻ സാധ്യതയുണ്ട്. Also possible that he may have been a slave. പക്ഷെ താൻ വളരെ ഡിവോട്ടഡ് ആയിട്ടുള്ള ഭക്തനായ ഒരു മനുഷ്യനാണ്. But we see him as a devoted man. അല്ലെങ്കിൽ ഇങ്ങനെ യാത്ര ചെയ്ത് കഷ്ടപ്പെട്ട് യെരുശലേമിലേക്ക് വരേണ്ട കാര്യമില്ല. Otherwise, it was not necessary for him to travel all this distance to come to Jerusalem in order to keep the Passover. താൻ അങ്ങനെ യെരുശലേമിൽ വന്ന് പാർക്കുന്ന ഈ സന്ദർഭത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. And during this time when he is in Jerusalem, this incident is taking place. ഇവിടെ നാം നോക്കുമ്പോൾ ഈ ഇദ്ദേഹത്തെ കുറിച്ച് 3 വാക്യങ്ങളിൽ നാം കണ്ട സമാന വാക്യങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. ഈ വാക്യത്തിൽ നാം ശ്രദ്ധിക്കുമ്പോൾ ഇതിന്റെ പുറകിലോ മുമ്പിലോ തന്നെ കുറിച്ച് ഒരു പരാമർശവുമില്ല. Another thing that we note about when we look at these 3 verses is that apart from these verses, when we look at the previous verses or the verses succeeding this verse, we do not read anything more about him. ഒരൊറ്റ വാക്യമേ ഒരു ഭാഗത്ത് പറയുന്നു. ഒരു ഒറ്റ വാക്യത്തിൽ ഒതുങ്ങുന്ന നിലയിൽ മാത്രമാണ് തന്നെ കുറിച്ചുള്ള വിശദീകരണം ഉള്ളത്. In all these 3 passages, it's only in one verse that something is mentioned about him. മറ്റൊരു കാര്യവും പറയുന്നതായിട്ട് കാണുന്നില്ല. Nothing else is mentioned about him. താൻ ചെയ്ത മഹത്വമേറിയ കാര്യത്തെക്കുറിച്ച് നാം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. താൻ ചെയ്തത് കർത്താവിൻ്റെ അവസാന നിമിഷങ്ങൾ മനുഷ്യരാശിയുടെ വീണ്ടെടുപ്പിന് വേണ്ടി നമ്മുടെ കർത്താവിൻ്റെ കുരിശിലേക്കുള്ള യാത്രയിൽ താൻ ഒരു പങ്ക് വഹിക്കുവാനിടയായത് ചെറിയൊരു കാര്യമല്ല. And as we consider what he did, it was no small thing, because the Lord Jesus Christ, in order for the salvation of the mankind, as he was carrying the cross and going towards towards Golgotha, we see that that Simon took part in carrying that cross in that journey. ഇവിടെ ഒരു കാര്യം കൂടെ എൻ്റെ ശ്രദ്ധയിൽ വരുന്നത്, ഇദ്ദേഹത്തെക്കുറിച്ച് ഇവിടെ പറയുമ്പോൾ ഗ്രാമത്തിൽ നിന്ന് വന്നു എന്ന് ഇവിടെ എഴുതിയിരിക്കുന്ന മലയാളം തർജ്ജമയിൽ പറയുന്ന വയലിൽ നിന്ന് വന്നു എന്നാണ്. We see that he came from the field, that is what we see in Malayalam. എന്നാൽ ഈ വയലിൽ നിന്നുള്ളത് ഗ്രാമത്തിൽ നിന്നാണ്. ഇംഗ്ലീഷ് തർജ്ജമയിൽ എന്താ പറയുന്നത്? കൺട്രി സൈഡ് എന്നാണ്. കൺട്രി സൈഡ് എന്നാണ്, വയലിൽ നിന്നല്ല ഇംഗ്ലീഷ് തർജ്ജമയിൽ പറയുന്നത് കൺട്രി സൈഡ് എന്നാണ്. എന്ന് വെച്ചാൽ ഈ സാധുവായ മനുഷ്യന് പട്ടണത്തിൽ താമസിക്കാൻ തക്കവണ്ണമുള്ള സൗകര്യമില്ല. This person is mentioned as someone who is coming from the country, so we can understand that he did not have enough money to be able to stay in the town. കാരണം നമ്മൾ മലയാളത്തിൽ വായിക്കുമ്പോൾ ചിന്തിക്കുന്ന ഇങ്ങനെ വയലിലെ പണിയൊക്കെ എടുത്ത ശേഷം അങ്ങോട്ട് പോയ വഴിക്ക് അങ്ങാണ്ടും കണ്ട സംഭവമാണെന്നാണ് നാം വിചാരിക്കാൻ സാധ്യത. Because according to the Malayalam translation, we may think that he was possibly working in the field, and then on his way back from the field, he would have been caught here on the road. അന്ന് പെസഹ പെരുന്നാൾ ആയതുകൊണ്ട് ദൂരസ്ഥലങ്ങളിൽ നിന്ന് അനേക ആളുകൾ വരുന്നുണ്ട്. Because it is the time of Passover, many are coming from across the world to Jerusalem. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവിടെ ഗ്രാമങ്ങളിലുള്ള വീടുകളിൽ എവിടെയെങ്കിലും പാവപ്പെട്ടവരോട് താമസിക്കുകയാണ് പതിവ്. When he is coming from there, one of the things that someone would do is to stay in the villages along with the poor people there. അതെ, നമ്മുടെ കർത്താവിനാണെങ്കിലും പേര് ചാർത്താൻ വന്നപ്പോൾ ആ ഹോട്ടലിൽ സ്ഥലം കിട്ടിയില്ല, സത്രത്തിൽ സ്ഥലം കിട്ടിയില്ല, നാം വായിക്കുന്ന പുൽത്തൊട്ടിയിൽ കിടത്തിയെന്ന. We know that the Lord Jesus Christ, when before he was born, that we see that there was no place in the inn, and therefore he had to be born in the manger. അപ്പോൾ ഈ സംഭവം നടക്കുന്നത് നാം ഒന്ന് ഓർത്തു നോക്കുക. താന് പെസഹ പെരുന്നാളിനുള്ള ബന്ധത്തിൽ യെരുശലേമിലേക്ക് ദേവാലയത്തിൽ
പോകുന്ന ഒരു സന്ദർഭമാണ് നടക്കുന്നത്. So the occasion is that this man is in Jerusalem to celebrate the Passover, to go to the temple in Jerusalem. കാരണം യെരുശലേമിൽ നാം ഈ പെസഹ പെരുന്നാളിൽ നടക്കുന്ന സംഭവം ചെറിയ കാര്യമല്ല, വലിയ സംഭവങ്ങളാണ് നടക്കുന്നത്. Because the celebration of Passover in the city of Jerusalem is not a small thing but a great celebration. ഒരു വലിയൊരു ഉത്സവമാണ് അവിടെ നടക്കുന്നത്. It's a great celebration there. എന്താണ് അവിടെ നടക്കുന്നത്? What is happening there? അവിടെ ഏകദേശം 2.5 ലക്ഷം ആളുകൾ വരുന്ന ഒരു പെരുന്നാളാണ്. It is a feast where about 2.5 lakh people are gathering together. ലക്ഷക്കണക്കിന് ആടുമാടുകളെ യാഗം കഴിക്കുന്ന ഒരു സന്ദർഭമാണ്. A time where lakhs of sheep are being sacrificed. 7,000 ഏകദേശം 7,000 പുരോഹിതന്മാർ രാവും പകലും ഈ ശുശ്രൂഷ ചെയ്താണ് ഈ കാര്യങ്ങളൊക്കെ നിവർത്തിക്കുന്നത്. About 7,000 priests day and night are doing this work to complete the ministry. ഈ യാഗത്തിന്റെ രക്തം കിദ്രോൻ തോട് വഴി ഒഴുകുകയാണ് ആ കാലങ്ങളിൽ. And during those times the blood from the sacrifices would be flowing through the brook of Kidron. പ്രിയപ്പെട്ടവരെ, ആ കഠിനമേറിയ ആ ചുമന്ന രക്തം ഒഴുകുന്നതിന്റെ ഇനി വിരാമം വരാൻ പോകുകയാണ് ആ സന്ദർഭം എന്ന് പറയുന്നത്. This is the time when the blood which used to flow from the brook of Kidron is going to come to an end. കർത്താവിന്റെ രക്തം ഒഴുകുമ്പോൾ ഈ കിദ്രോൻ തോട്ടിലെ നമ്മുടെ പാപത്തിന്റെ രക്തത്തിന് പരിഹാരം ഉണ്ടാകുകയാണ്. Because when the blood of the Lord Jesus Christ flows, it brings the final forgiveness of sins for all of us. ഞാൻ കിദ്രോൻ തോട് കടന്ന് യെരുശലേമിലേക്ക് പോയിട്ടുണ്ട്. ഇപ്പോൾ അവിടെ രക്തത്തിന്റെ യാതൊരു കറയുമില്ല. I have been to Jerusalem via the brook of Kidron. There is no more any stain left of blood. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി മുഴുവൻ ചുമന്നൊഴിച്ചു. For our Lord Jesus Christ, let His blood flow for us. എന്നാൽ ഇങ്ങനെ ഒരു വലിയ മഹത്തായ കാര്യമാണ് ഇവിടെ നടക്കുന്നതെന്നുള്ളത് ഈ കുറേനക്കാരനായ ശീമോന് യാതൊരു വിവരവുമില്ല. But Simon of Cyrene has no idea about this great work of salvation that is going to take place. ഒരുപക്ഷെ നമ്മൾ ഈ നാട്ടിൽ കാണുന്ന പോലെ ഒരു കുറിയാണ്ട് വിട്ട് തോളിൽ ഒരു തോർത്ത് വിട്ട് അതിലെ പോയ ഈ കർത്തവനായ ഈ മനുഷ്യൻ നോക്കിയപ്പോൾ ഒരു പാവപ്പെട്ട ഒരാളെ അടിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്നത് അദ്ദേഹം ശ്രദ്ധയിൽപ്പെട്ടു. Possibly this man Simon of Cyrene would have just been walking with a towel on his shoulders. A black man, as he goes through, he sees this man being beaten up, an innocent man being beaten up and led through the road. അങ്ങനെ ആ കാഴ്ച കാണാനായിട്ടൊന്ന് എത്തി നോക്കിയതാണ്. And he must have reached there to see what is happening. അവിടെ ആരൊക്കെയാണ് നിൽക്കുന്നത്? Who all are standing there? റോമൻ പടയാളികളുണ്ട്. There are Roman soldiers. മാത്രമല്ല പരീശന്മാരും ശാസ്ത്രിമാരുമുണ്ട്. There are Pharisees, there are scribes. ഒരുപക്ഷെ മറ്റു ചില കച്ചവടക്കാരൊക്കെ നിൽപ്പുണ്ട്. Possibly the other traders are there. ഈ മനുഷ്യനെ നാം അവിടെ വായിക്കുന്ന മത്തായിയുടെ സുവിശേഷത്തിൽ അതിനെക്കുറിച്ചുള്ള വിശദീകരണം ഒന്ന് വായിക്കുന്നത് നന്നായിരിക്കും. അതിൻ്റെ 27-ാം വാക്യത്തിൽ മത്തായി 27 മുതലുള്ള വാക്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുന്നു, വായിച്ചു നോക്കിയേ. Let us turn to Matthew's Gospel chapter 27 verse 27 onwards. അനന്തരം നാടുവാഴിയുടെ പടയാളികൾ യേശുവിനെ ആസ്ഥാനത്തിലേക്ക് കൊണ്ടുപോയി പട്ടാളത്തെ എല്ലാം അവൻ്റെ നേരെ വരുത്തി അവൻ്റെ വസ്ത്രം അഴിച്ചു, ഒരു ചുമന്ന മേലങ്കി ധരിച്ചു, മുള്ളുകൊണ്ടൊരു കിരീടം മെടഞ്ഞു, അവൻ്റെ തലയിൽ വെച്ചു, വലങ്കൈയിൽ ഒരു കോലും കൊടുത്ത് അവൻ്റെ മുമ്പിൽ മുട്ടുകുത്തി, യഹൂദന്മാരുടെ രാജാവേ ജയ ജയ എന്ന് പരിഹസിച്ചു പറഞ്ഞു. പിന്നെ അവൻ്റെ മേൽ തുപ്പി കോലെടുത്ത് അവൻ്റെ തലയിൽ അടിച്ചു. അവനെ പരിഹസിച്ചു തീർന്നപ്പോൾ മേലങ്കി നീക്കി അവൻ്റെ സ്വന്തം വസ്ത്രം ധരിപ്പിച്ച് ക്രൂശിപ്പാൻ കൊണ്ടുപോയി എന്നാണ്. We read like this: Then the soldiers of the governor took Jesus into the praetorium and gathered the whole Roman cohort around him. They stripped him and put a scarlet robe on him, and after twisting together a crown of thorns, they put it on his head and a reed in his right hand, and they knelt down before him and mocked him, saying, "Hail, King of the Jews!" They spat on him and took the reed and began to beat him on the head. After they had mocked him, they took the scarlet robe off him and put his own garment back on him and led him away to നോക്കുക, അതിനുശേഷമാണ് നമ്മൾ വായിച്ച വാക്യം. അവർ പോകുമ്പോൾ ശീമോൻ എന്നു പേരുള്ള കുറേനക്കാരനെ കണ്ടു.
അവന്റെ ക്രൂശ് ചുമപ്പാൻ നിർബന്ധിച്ചു. And post that, in this context, we read verse 32. As they were coming out, they found a man of Cyrene named Simon, whom they pressed into service to bear his cross. എന്തുകൊണ്ടാണ് ക്രൂശ് യേശു ക്രിസ്തുവിനെ കൊണ്ട് മാത്രം ചുമപ്പിക്കാതിരുന്നത്? Why is it that they did not allow the Lord Jesus Christ alone to bear that cross? എന്തുകൊണ്ട് ശീമോനും ഈ ക്രൂശിന്റെ ഒരു ഭാഗം പിടിക്കുവാനായിട്ട് നിർബന്ധിച്ചു? Why is it that during this part that Simon was asked to hold a part of the cross? പ്രിയപ്പെട്ടവരെ, ഞാൻ വേഗം ആ കാര്യം രഹസ്യം ഞാൻ പറയാം. Dear ones, I'll quickly mention the reason. ഈ യഹൂദന്മാർക്കും ഈ പ്രജകൾക്കും ഇവരെ സംബന്ധിച്ച് യേശു ക്രിസ്തു ക്രൂശ് വരെ എത്തണമെന്നാണ് ആഗ്രഹിച്ചത്. As far as these people, the Roman soldiers were concerned, they wanted to somehow make Jesus Christ reach the place of being crucified. നാം വായിച്ച മേളിലത്തെ ഭാഗങ്ങൾ വായിച്ചു നോക്കുമ്പോൾ അവിടെ വരെ എത്താനുള്ള ആരോഗ്യം കർത്താവിന് കാണുകയില്ല എന്ന് ഇവർ കരുതി. But when we see the earlier verses, they felt that the Lord Jesus Christ would not have strength enough to be able to reach Golgotha. എന്നാൽ ഇവരുടെ താല്പര്യം അവൻ ആ ശാപമരണം തന്നെ ഏൽക്കണം. But their desire, their purpose was that he must suffer that cursed death. നാം വായിക്കുന്നത് മരത്തിൽ തൂങ്ങുന്നവനൊക്കെയും ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്ന പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ഒരു ശാപമായി തീർന്നു. We see that Christ became cursed for us, as it is written that cursed is every man that hangs on a tree. അപ്പോൾ ആ നിലയിൽ അവനെ അവിടെ എത്തുക എന്നുള്ളതാണ് ഇവരുടെ താല്പര്യം. Therefore their desire is that somehow he would reach that place of Golgotha. അതിന് ഈ കുരിശിന്റെ മുഴുവനും അതിൻ്റെ മണ്ടയിലല്ല വെച്ചത്, പുറകിൽ പിന്നാലെ നടന്നു എന്നാണ്. മറ്റേ വലിയ അറ്റം ഭാരമുള്ള ഭാഗം കർത്താവിൻ്റെ തോളിൽ തന്നെയാണുള്ളത്. We see, as we saw in Luke's Gospel, it is not that the whole cross was laid on Simon, but rather the heavier part the Lord was carrying, but towards the back, as we see that Simon was carrying a part of the cross. വേറെ ആരെയും വിളിക്കാൻ ഒക്കത്തില്ല. ഇങ്ങനെ ഒരു പാവപ്പെട്ടവനെ മാത്രമേ വിളിക്കാൻ ഒക്കുള്ളൂ. പരീശന്മാരെ ശാസ്ത്രിമാരെ കൊണ്ടോ റോമൻ പട്ടാളക്കാരെ കൊണ്ടോ അത് ചെയ്യിക്കാനായിട്ട് അവർ താല്പര്യമില്ല, ആരും വരികയില്ല. They know that they cannot ask anybody else to do this. The Pharisees, the scribes would not agree. The Roman soldiers would not agree. Only this poor man they could seize and make him carry that cross. പ്രിയപ്പെട്ടവരെ, ഈ കാര്യത്തിൽ ദൈവത്തിനൊരു പങ്കില്ലായിരുന്നോ? Dear ones, did God not have a part in this? ദൈവത്തിന്റെ താല്പര്യം എന്താണ്? What is the plan of God? ഇവര് ചിന്തിക്കുന്നത് പോലെയല്ല. ശീമോനെ ഒരുക്കിയത് നമ്മുടെ ദൈവമാണ്. It is not as these people think, but Simon was prepared by God himself. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു വരാൻ പോകുന്ന കഷ്ടാനുഭവങ്ങളെ കുറിച്ച് മുന്നിൽ കണ്ടുകൊണ്ട് പറഞ്ഞു, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കണമേ. We see that the Lord Jesus Christ, looking forward to the cross, said that if it is possible, remove this cup from me. കാരണം അത് പൂർണ്ണമായി നിർവഹിക്കാൻ തനിക്ക് ശക്തിയില്ല എന്നൊരു തോന്നലുണ്ടായി. Because they felt that possibly he did not have the strength to complete the work. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ കാണുന്ന ഒരു ദൂതൻ വന്ന് അവനെ ശക്തിപ്പെടുത്തിയെന്നാണ്. In the gospel according to Luke, we see that an angel came and strengthened him. ദൈവത്തിന്റെ പദ്ധതി കർത്താവ് യേശു ക്രിസ്തു ക്രൂശിൽ തന്നെ ഒരു ശാപമരണം ഏൽക്കണമെന്നായിരുന്നു. It was the purpose or the plan of God that the Lord Jesus Christ must suffer that cursed death on the cross. അപ്പോൾ ദൈവത്തിന്റെ താല്പര്യവും അങ്ങനെ തന്നെയായിരുന്നു, യേശു ക്രിസ്തു ക്രൂശിൽ വരെയും ചെല്ലണം. Therefore even the plan and purpose of God was that the Lord Jesus Christ would reach that cross. പ്രിയപ്പെട്ടവരെ, ചില സമയത്ത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നേരിടുന്ന ചില പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒരുപക്ഷെ ലോകം നമുക്കെതിരെ ചെയ്യുമെങ്കിലും അതിനകത്ത് ദൈവത്തിനൊരു പങ്കുണ്ട്. ദൈവം അനുവദിച്ചിട്ടാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിന് ചില പ്രതിസന്ധികൾ ആത്മീക ജീവിതത്തിലുള്ള ബന്ധത്തിൽ വരുന്നത്. Dear ones, as we consider our own lives, many times many of the difficulties, problems that we go through, sometimes diseases that we have to suffer from, it is all according to the plan of God. God has a very definite purpose behind it. ഇവിടെ ഒരു കാര്യം ഞാൻ അദ്ദേഹത്തെ കുറിച്ച് പറയട്ടെ. ആദ്യത്തെ എൻ്റെ ആ പോയിന്റ് എന്ന് പറയുന്നത്, മനുഷ്യമാനത്തേക്കാൾ ദൈവത്തിൻ്റെ മാനം വലിയതെന്ന് ഈ മനുഷ്യൻ എണ്ണി. First thing that we see about this person is that he considered honor from God more precious than honor from കാരണം ഈ വാക്യങ്ങൾ എഴുതിയത് താൻ
ഈ വസ്തുതകളെക്കുറിച്ച് മനസ്സിലാക്കിയ ശേഷം കർത്താവിനെ സ്വീകരിച്ച ശേഷമാണ് ഇവർ ഈ സുവിശേഷമൊക്കെ എഴുതിയത്. Because the Gospels have been written post this man had believed in the Lord Jesus Christ and received him into his heart. ഇത്രയും കാര്യങ്ങൾ കർത്താവിനോട് കൂടെ നിന്ന് കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളോടുള്ള ബന്ധത്തിൽ പങ്കുവഹിച്ച ഈ വ്യക്തിയെക്കുറിച്ച് കേവലം ഒരു വാക്യം മാത്രമേ എഴുതിയിട്ടുള്ളൂ എന്നുള്ളതിന് യാതൊരു പരാതിയും താൻ പറയുന്നില്ല. He does not complain saying that he was partaker in the sufferings that the Lord was going through, and therefore that a lot more should have been written about him, but we see that within that one verse he is very much happy and satisfied. കാരണം പലരും നമ്മുടെയൊക്കെ പേരുകൾ പത്രത്തിൽ വരണമെന്നും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വല്ലതും ചെയ്തു കഴിഞ്ഞാൽ അത് അഡ്വർടൈസ് ചെയ്യുന്നതിനും മീഡിയയിൽ കൂടെ രാവും പകലും കാണുന്നതെല്ലാം നമ്മുടെയൊക്കെ പേരുകളാണ്. We see that when we do certain things, our names are published in the papers, in the media. We want our names to be proclaimed everywhere. ശിഷ്യന്മാർ പോലും ഓടിപ്പോയ സ്ഥാനത്ത് താൻ മാത്രമാണ് അടുത്തു നിന്നുകൊണ്ട് കർത്താവിൻ്റെ യാതന കാണുന്നത്. At a time when his own disciples had deserted him, we see this man who was very close, watching the Lord as he went through his എൻ്റെ sufferings. ഹൃദയത്തിൽ വളരെയധികം സ്വാധീനിച്ച ഒരു പാട്ടിൻ്റെ ശീലം ഞാൻ പാടാൻ താല്പര്യമുണ്ട് ഈ സന്ദർഭത്തിൽ. I would just like to sing a couple of lines from a song which really touches me. നമ്മുടെ പാട്ട് പുസ്തകം 730 പാട്ടാണ്. കാൽവരി ക്രൂശീലൻ ജീവനാഥൻ കാൽകരമണി തുളച്ച നേരം എന്നെയാണോർത്തതൻ ഓർക്കുമ്പോൾ എന്നുള്ളം കത്തുന്നു സ്നേഹാഗ്നിയാൽ എന്നെയാണോർത്തതൻ നോർക്കുമ്പോൾ എന്നുള്ളം സ്നേഹാഗ്നിയാൽ. പിന്നെന്താ സ്റ്റാൻസ? ഓക്കെ, ദാറ്റ്സ് ഇനഫ്. അപ്പോൾ കാൽവരി ക്രൂശിൽ നമ്മുടെ ജീവനാഥൻ, On the cross of Calvary is our Lord. അപ്പോൾ ആ സ്നേഹത്തെക്കുറിച്ച് തനിക്ക് പിന്നീടാണ് ഗ്രഹിപ്പാൻ തക്കോണം കഴിഞ്ഞത്. He must have understood that the depth of that love only later. അതുകൊണ്ട് തനിക്കൊന്നും പറയാനില്ല. തനിക്ക് ഈ വേദന, കർത്താവിൻ്റെ യാതനയും കർത്താവിൻ്റെ കഷ്ടാനുഭവവും വീണ്ടെടുപ്പിൻ്റെ പ്രവൃത്തിയും നേരിട്ട് കാണാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. And therefore he had nothing to say of himself, but he considered it a great privilege that he could see the Lord at such close quarters as he went through all the sufferings. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളും യാതനയും നമ്മുടെ വീണ്ടെടുപ്പിന്റെ പ്രവൃത്തിയെക്കുറിച്ചുള്ള മാഹാത്മ്യവും നാം മനസ്സിലാക്കുന്ന നിമിഷം നമ്മൾ ഈ ലോകത്തിന്റെ മാനത്തിന്റെ പുറകെ പോവുകയില്ല. Dear ones, when we truly understand the great work and the love with which the Lord loved us and the greatness of his sacrifice and the greatness of our salvation, we would not run after this world. രണ്ടാമത്തെ ഒരു പോയിന്റ് ഇവിടെ പറയാം. Another thing, അവിടെ രണ്ടാമത് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവത്തിന് ആരെ വേണമെങ്കിലും കർത്താവിന്റെ ക്രൂശ് ചുമക്കാൻ വിളിക്കാം. Second thing is, God can call anybody who would be able to come and support in holding that cross. ഏത് സാഹചര്യത്തിലുള്ളവരെയും വിളിച്ചൊന്ന് വരാം. No matter what circumstances or background the person comes from. ഈ ക്രൂശ് ചുമക്കുക എന്ന് പറയുന്നത് ഏതോ ക്രിസ്ത്യാനിത്വത്തിന്റെ ഒരു പ്രത്യേക വിഭാഗത്തിന്റെ ജോലിയല്ല. The carrying of the cross is not something that is very specifically given to a certain section of Christendom. ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്ന ഒരു മതമല്ല. Christian belief is not a religion. അനേക മതങ്ങളുണ്ട്. അവര് ഒന്നീ സ്നാനപ്പെട്ടും അല്ലെങ്കിൽ വിവിധ നിലയിലും അവർ മതങ്ങളിൽ ചേരാറുണ്ട്. There are many other religions and through various kinds you can enter into that religion. പക്ഷേ ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്നത് കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്നത്, ഒരുവൻ എൻ്റെ പിന്നാലെ വരുവാൻ ആഗ്രഹിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. The Lord himself mentioned about Christian faith that if anyone desires to follow after me, let him deny himself, carry his own cross and follow after me. കർത്താവിൻ്റെ ക്രൂശ് എടുക്കണ്ട, അത് ഒരറ്റത്ത് ശീമോൻ ചുമന്നു, മറ്റേ അറ്റത്ത് കർത്താവ് ഉണ്ടായിരുന്നു. The Lord did not say carry his cross, as we see here that Christ was the one who was carrying the cross. Only one part of it Simon carried. നമ്മൾ വിശ്വാസത്തിൽ വരുമ്പോൾ പലവിധമായ
ക്രൂശുകൾ നമുക്കൊരു പക്ഷേ വന്നെന്ന് വരാം. But when we come to faith, there may be many crosses of our own that would come on us. അത് നാം അത് വഹിക്കുവാൻ തക്കവണ്ണം മനസ്സാകണം. We must be ready to carry them. അപ്പൊ ഏത് മനുഷ്യനെ വിളിക്കാം, ഏത് സമയത്തും ഏത് സന്ദർഭത്തിലും ഏത് സ്ഥലത്തായിരുന്നാലും കർത്താവിനെ നമ്മെ വിളിച്ചെന്ന് വരാം. The Lord can call anybody, no matter what the circumstance, no matter what kind of person he is. വലിയ പണ്ഡിതനാണോ നിർബന്ധമൊന്നുമില്ല. There is no compulsion that he should be very much educated. ഈ മനുഷ്യൻ വളരെ പാവപ്പെട്ട സാധു, വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു എന്ന് എനിക്ക് സംശയമാണ്. This person was a simple ordinary man, possibly did not have, possibly an illiterate. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്കുള്ള കഴിവുകൾ എന്തുമായോ അവനെ അനുഗമിക്കാൻ നാം തീരുമാനിക്കുമ്പോൾ കർത്താവ് നമ്മളെ സകലത്തിലും നിറയ്ക്കുവാനും അനുഗ്രഹിക്കുവാനും മതിയായവനാണ്. No matter what our abilities or inabilities, if we desire and decide to follow after him, the Lord can truly use us. ഞാൻ മുന്നോട്ട് പോട്ടെ. മറ്റൊരു കാര്യം മൂന്നാമതായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഈ ഭാഗത്തു നിന്നും, The third thing that we can understand from this passage, ദൈവം നമ്മെ ഏത് സമയത്തും വിളിക്കാം. the Lord can call us at any time. ചിലപ്പോൾ ഞാൻ പറയും, എനിക്കിപ്പോൾ ബിസിയാണ്, എൻ്റെ മാതാപിതാക്കൾ പ്രായമായിരിക്കുകയാണ്. നമുക്കറിയാം ബൈബിളിൽ അങ്ങനെയുള്ള കർത്താവ് ചിലരെ അനുഗമിക്കാൻ വിളിച്ചപ്പോൾ ചില തടസ്സങ്ങളൊക്കെ പറയാറുണ്ട്. We know that in the scriptures when the Lord called certain people, they gave reasons. Some said that I have to take care of my father. പലവിധമായ പ്രതിബന്ധങ്ങൾ. ചിലർ പറയാറുണ്ട്, എനിക്ക് കുറച്ച് പണം കൂടെ ആകാനുണ്ട്, ഗൾഫിൽ നിന്നൊക്കെ ജോലി വിട്ട് വേലയ്ക്ക് വരാൻ. ഞങ്ങളൊക്കെ ഇവിടെ പോകുമ്പോൾ പറയാറുണ്ട്, എനിക്കും വേല ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഇവിടെ വന്നാൽ ഇപ്പോൾ സാധനത്തിനെല്ലാം വളരെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്, പിന്നെ പിള്ളേരുടെ പഠിത്തം ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ അല്പം കൂടെ വെയിറ്റ് ചെയ്യുകയാണ്. There are some who would say that I have a desire to serve the Lord, but the prices in the market are going very high. I have to also educate my children, so let me earn a little more and then I will serve the Lord. പ്രിയപ്പെട്ടവരെ, ഞാൻ കർത്താവിനെ ആ നിലയിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാ. Dear ones, I am one who tested the Lord in that manner. ഞാൻ 7 വർഷം കുവൈറ്റിൽ ജോലി ചെയ്തു. I worked for 7 years in Kuwait. 32-ാം വയസ്സിൽ ഞാൻ ജോലി വിട്ടു ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് തിരിച്ചു വന്നു. At the age of 32, I left my job and came to serve the Lord. ഞാൻ അവിടുന്ന് കൊണ്ടുവന്ന കുറേ പുസ്തകങ്ങൾ മാത്രമാണ് നോട്ടുകൾ എഴുതിയത് പഠിച്ച്. The only things that I brought from there are many books in which I had written notes. പ്രിയപ്പെട്ടവരെ, ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഇന്ന് 36 വർഷമായി. Dear ones, I do not want to mention much, but now it has been 36 years. ഈ കർത്താവ് നമ്മളെ എങ്ങനെ പുലർത്താൻ കഴിയും എന്നുള്ളത് ജോലിയുള്ളത് കൊണ്ടോ പണമുള്ളത് കൊണ്ടോ അല്ല. ദൈവം സകലത്തിൻ്റെയും നിർമ്മാതാവാണ്, സകലത്തിൻ്റെയും ഉത്ഭവം അവനിൽ നിന്നാണുള്ളത്. ഒരു നന്മയ്ക്കും കുറവ് വരുവാനാണ് അവസരം തരികയില്ല. It is not because of our abilities or our jobs that we are sustained by, but it is the grace of the Lord and His sustenance by which we are sustained, and I have been able to taste that. ചിലര് വേലയ്ക്ക് പെട്ടെന്ന് ചാടി ഇറങ്ങാറുണ്ട്. Some very quickly jump into ministry. അത് ജോലി പോയി വരുന്നവരെ പെട്ടെന്ന് പിന്നെ വേലയ്ക്കാണ് മുഴുവൻ സമയം, പിന്നെ ഫുൾ ടൈം വേലയാണ്. They leave their job and they come into full time ministry. നമുക്കറിയാം വേദപുസ്തകത്തിൽ കർത്താവ് വിളിക്കാതെ ഒരാൾ വന്ന് പറഞ്ഞു, ഞാൻ നിന്നെ അനുഗമിക്കാമെന്ന്. We know that there was one person in the scriptures who without the Lord calling came and said, I want to follow you. അപ്പോൾ കർത്താവ് പറഞ്ഞു, കുറുനരികൾക്ക് കൂടുണ്ട്, പറവുകൾക്ക് മറ്റ് സൗകര്യങ്ങളുണ്ട്, എന്നാൽ മനുഷ്യപുത്രനോ തലചായ്പാൻ ഇടയില്ല. The Lord responded to him and said that foxes have holes and the birds of the air have nests, but the Son of Man has no place to lay his head. അപ്പോൾ കർത്താവ് ഹൃദയങ്ങളെ മനസ്സിലാക്കിയപ്പോൾ ഇദ്ദേഹത്തിന്റെ താല്പര്യം ഈ പുതിയ പ്രവർത്തനത്തിന്റെ കൂടെ നടക്കുകയാണെങ്കിൽ ജീവിക്കാനുള്ള മാർഗം കിട്ടുമെന്നുള്ളതാണ്. The Lord examined his heart and understood that the very reason why he wanted to follow after the Lord was so that he would be associated and could be sustained by this new ministry that the Lord had started. അങ്ങനെയുള്ളവരെ വരാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. But the Lord does not desire such to come. ദൈവത്തിന് ദൈവത്തിൻ്റെതായ സമയമുണ്ട്. The Lord has his own time. മോശ എന്താ വിചാരിച്ചത്? What did Moses think? 40 വയസ്സായപ്പോൾ, when he was 40 years old, നോക്കാം, നമുക്ക് ആ വാക്യം ശ്രദ്ധിക്കാം. എല്ലാ വാക്യം എടുക്കാൻ സമയമില്ലെങ്കിലും പ്രവൃത്തി 7-ന്റെ 23-ാം വാക്യത്തിൽ നിന്ന് വായിക്കുന്ന, അവന് 40 വയസ്സായപ്പോൾ, പ്രവൃത്തി 7-ന്റെ 23 മുതൽ 25 വാക്യം വായിക്കുന്നു, ആയപ്പോൾ ഇസ്രായേൽ മക്കളായ തൻ്റെ സഹോദരന്മാരെ ചെന്ന് കാണണമെന്ന്
മനസ്സിൽ തോന്നിയെന്ന അല്ലേ? In Acts of the Apostles chapter 7 and verse 23 we read, but when he was approaching the age of 40, it entered his mind to visit his brethren, the sons of Israel. നല്ല ആഗ്രഹമാണ്. It is a good desire. മോശ നല്ല ഒരു എക്സാമ്പിളായിട്ട് മാതൃകയായിട്ട് വളർന്ന ഒരു മനുഷ്യനാണ്. Moses was one who was brought up in a very exemplary manner. തന്റെ ജനത്തോട് സ്നേഹമുള്ളവനാണ്. He is one who has love for his people. പക്ഷേ ദൈവത്തിന്റെ സമയമല്ലായിരുന്നത്. But that was not the time of God. ഒടുവിൽ കുറെ അബദ്ധങ്ങളൊക്കെ കാണിച്ചു. He made a lot of mistakes. അവിടുന്ന് എവിടേക്ക് പോയി? മിദ്യാനിലേക്ക് ഓടിപ്പോയി. And he had to run away to Midian. എന്നിട്ട് 7:32 വായിച്ചു നോക്കിക്കേ. Read chapter 7 verse 32. തേജോമനായ ദൈവം അവന് വീണ്ടും പ്രത്യക്ഷനായി 40 വർഷം കഴിഞ്ഞപ്പോൾ. And after 40 years had passed by, the Almighty God appeared to him. നമ്മൾ വിചാരിക്കുന്ന സമയത്തായിരിക്കുകയില്ല നമുക്ക് ചില ശുശ്രൂഷകൾ ദൈവം വെച്ചിരിക്കുന്നത്. നമുക്ക് തോന്നും എനിക്ക് കഴിവുണ്ട്, എനിക്ക് പ്രസംഗിക്കാൻ അറിയാം, എനിക്ക് ബൈബിൾ അറിയാം എന്നുള്ളതുകൊണ്ട് ദൈവത്തിൻ്റെ വൻകാര്യങ്ങളെ ചെയ്യാൻ ദൈവത്തിന് സമയമുണ്ട്. ദൈവത്തിൻ്റെ സമയത്തെ ദൈവം വിളിക്കൂ. We may think that we have the ability, we have the scripture knowledge to come into ministry, but the Lord has His time, and the Lord would call us according to the same. അതുപോലെ ദൈവം വിളിച്ചു കഴിഞ്ഞാൽ പ്രതിബന്ധങ്ങളൊന്നും ഒരു പ്രശ്നമല്ല. But once the Lord has called, there are no hindrances. നമുക്കറിയാം യഹോവയുടെ പെട്ടകം ഫിലിസ്തീന് കൊണ്ടുപോയി. We know that the Ark of the Covenant was taken away by the Philistines. ഒടുവിൽ അവർക്ക് വലിയ പീഡകളുണ്ടായി. We know that there were a lot of troubles in their midst. അപ്പോൾ അത് കാരണം ഈ യഹോവയുടെ പെട്ടകം തിരിച്ച് വിടാനായിട്ട് അവർ ഒരു താല്പര്യം കാണിച്ചു. And therefore they had a desire to bring the Ark of the Covenant back. അപ്പോൾ അതിന് അവർ പറഞ്ഞ ആലോചന എന്ന് പറഞ്ഞാൽ ഒരു പുതിയ വണ്ടി ഉണ്ടാക്കണം. They said, okay, the way that we are going to bring it is we are going to create a new vehicle. മാത്രമല്ല അത് നുകം വെച്ചിട്ടില്ലാത്തതായിരിക്കണം. It should be one which has yoke. There has been no yoke on it. മാത്രമല്ല കറവയുള്ള 2 പശുക്കൾ എന്നാ പറഞ്ഞിരിക്കുന്നത്. According to the Lord's commandment, there should be at least 2 oxen, and it should not have borne any yoke. അത് കുഞ്ഞുങ്ങൾ ഉണ്ട്, കറവയുള്ളത്, അത് പ്രസവിച്ചതേ ഉള്ളൂ. It is one which is just born. ആ 2 പശുക്കളെയാണ് കെട്ടേണ്ടത്. It is these two cows that need to be on which the ark needs to be brought. യഹോവയുടെ പെട്ടകം ഈ പുതിയ വണ്ടിയിൽ കയറിയപ്പോൾ ഈ പശുക്കള് വേറെ ഒന്നും നോക്കിയില്ല, അത് ഇസ്രായേലിന് നേരെ ഓടുക ചെയ്ത കുഞ്ഞുങ്ങള് കരഞ്ഞോണ്ട് പുറകെ. We see that when the cows saw when the Ark of the Covenant was kept on the cows, they did not look at anything. They started running towards the city of Jerusalem. കർത്താവ് വിളിക്കുമ്പോൾ മറ്റ് പല പ്രതിബന്ധങ്ങൾ കാണും. മക്കൾ കാണും, ഭാര്യമാർ കാണും, സ്വന്തക്കാർ കാണും, വീട്ടുകാർ കാണും. പലരുടെയും താല്പര്യങ്ങൾക്ക് നമുക്ക് വിധേയപ്പെടാതെ കർത്താവിനെ നോക്കി മുന്നോട്ട് പോയാൽ പറ്റുള്ളൂ. But when the Lord calls, there may be many things that may bind us. It could be our wife, our children, or our relatives. But we must, when the Lord calls, we must run looking towards Him, and we must not let it bind us. ചില സഹോദരിമാരും നഴ്സുമാരൊക്കെ വിദേശ രാജ്യങ്ങളിലെ ജോലിയാണ്, പക്ഷേ ഭർത്താവിനെയും കുഞ്ഞുങ്ങളെയും കൊണ്ടുപോകാൻ പറ്റത്തില്ല. പ്രസവിക്കാനായിട്ട് നാട്ടിൽ വരും. പ്രസവിച്ചു കഴിഞ്ഞ് 1 മാസം കഴിയുമ്പോൾ കുഞ്ഞിനെ അമ്മയെ ഏൽപ്പിച്ചിട്ട് ഇവർ പോകുന്ന പോക്ക്, ആ സന്ദർഭത്തിലുള്ള ഒരു സങ്കടമൊന്ന് ഓർത്തു നോക്കി. ഇതാണ് എൻ്റെ മനസ്സിൽ ചിന്ത വന്നത്. I was thinking about some of our sisters who work abroad, whose husband and children may be staying here. They come from abroad, do the delivery here, and then leave the children to their mother and then return back. And how much of a sorrow must be there. പക്ഷേ ഇത് കർത്താവിൻ്റെ കാര്യത്തിൽ ഈ പശുക്കള് വേറെ പുറകോട്ട് തിരിഞ്ഞു നോക്കാതെ അത് മുന്നേറുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. But we see here that regarding these cows, that when they are following after the Lord, they are not looking at their children, but they are looking after running to the Lord. ഞാൻ 2 പോയിന്റ് ഇവിടെ വളരെ വേഗത്തിൽ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. I'll just mention a couple more points in it. നോക്കുക, ഒരു വാക്യം നമുക്ക് വായിക്കാം. റോമാലേഖനം 16-ന്റെ 13-ാമത്തെ വാക്യം. Let us turn to the epistle to Romans chapter 16 and verse 13. കർത്താവിൽ പ്രസിദ്ധനായ രൂഫസിൻ്റെയും
എനിക്ക് അമ്മയായ അവൻ്റെ അമ്മയ്ക്കും വന്ദനം ചൊല്ലുവീൻ. Greet Rufus, a choice man in the Lord, also his mother and mine. ഇത് ഈ റൂഫസ് ആരാണ്? Who is this Rufus? മർക്കോസിന്റെ സുവിശേഷം 15:21 നമ്മൾ വായിച്ചത് ഓർക്കുകയുണ്ടോ? ആദ്യമായിട്ട് Do you remember reading Mark's Gospel chapter 15 and verse അവിടെ 21? നാം വായിക്കുന്ന അലക്സാണ്ടറിന്റെയും റൂഫസിന്റെയും അപ്പനായ വയലിൽ നിന്നും വരുന്ന കുറേനക്കാരനായ ശീമോനെ അവന്റെ ക്രൂശ് ചുമപ്പാൻ നിർബന്ധിച്ചു. They pressed into service a passerby coming from the country, Simon of Cyrene, the father of Alexander and Rufus, to bear his cross. ഇപ്പോ ഈ മനുഷ്യൻ കുറേനക്കാരനായ ശീമോൻ അവന് യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കി. അവൻ ചെയ്ത വലിയ പ്രവൃത്തി അത് ഒരുപക്ഷെ തനിക്കൊരു ആക്സിഡന്റ് ആയി തോന്നിക്കാണാം. പക്ഷേ കർത്താവായ യേശുക്രിസ്തുവാകുന്ന വീണ്ടെടുപ്പുകാരന്റെ മശിഹായുടെ ആ വലിയ ദൗത്യത്തിന്റെ ഭാഗമാണ് താനെന്നുള്ളത് പിന്നീടാണ് മനസ്സിലാക്കിയത്. Possibly when Simon of Cyrene was initially asked to hold the cross, he may have thought that it's just an accident, but as time passed by, he understood the reality that he was holding the cross alongside the one who is the Messiah, the Savior of this world. പെസഹ പെരുന്നാൾ കാണാൻ വന്നവന് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായതിൽ വളരെ ദുഃഖം ആദ്യം അവർക്കും അവരുടെ വീട്ടുകാർക്കും ഉണ്ടായി കാണും. When the one who had come to celebrate the Passover would have understood these realities, it must have brought great sorrow to his heart. ഞാൻ വെറുതെ ഒന്ന് എത്തി നോക്കിയതേ ഉള്ളൂ. I only just looked out and wanted to see. പക്ഷേ എനിക്ക് ഇങ്ങനൊരു അനുഭവമാണല്ലോ വന്നത്. But such an experience I had to go through. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ചില അനുഭവങ്ങൾ വരുന്നത് ഇത് നന്മയ്ക്കായിട്ടാണെന്നുള്ള കാര്യം നാം പലപ്പോഴും മനസ്സിലാകുന്നില്ല. Oftentimes we are not able to understand that many of these circumstances, unpleasant circumstances that happen in our life, is eventually for our good. പക്ഷേ പിന്നീട് താൻ സത്യങ്ങളെ മനസ്സിലാക്കിയ ശേഷം നോക്കുക, അവരുടെ തലമുറ അല്ലെങ്കിൽ അവരുടെ മക്കൾ ആരൊക്കെയാണ്? അലക്സാണ്ടറും റൂഫസും ദൈവസഭയുടെ തൂണുകളായി മാറി. But we see that what a blessed thing that happened in his life, that his sons Alexander and Rufus became the pillars of the church. മക്കൾ മാത്രമല്ല, Not only his children. പൗലോസിന്റെ കമന്റ് നോക്ക് എന്താ പറയുന്നത്? What does the comment of Apostle Paul say? 16:13 നാം വായിച്ച പോലെ, As we read in Romans 16 verse 13, കർത്താവിൽ പ്രസിദ്ധനായ റൂഫസിന്റെയും, എന്നിട്ട് പറയുന്നത് എനിക്കും അമ്മയായ അവന്റെ അമ്മയ്ക്കും വന്ദനം ചൊല്ലുവീൻ. പൗലോസ് പറയുന്നത് റൂഫസിന്റെ അമ്മ അല്ലെ കൊറോനക്കാരനായ ശീമോന്റെ ഭാര്യ എന്റെ അമ്മയാണെന്നാണ് പൗലോസ് പറയുന്നത്. Apostle Paul thereafter mentioning about Rufus as a choice man in the Lord, he speaks about Rufus' mother as his own, and that is referring to the wife of Simon of Cyrene. ആ കാലമായപ്പോഴത്തേക്കും ഇദ്ദേഹത്തിന്റെ ഭാര്യ, ശീമോന്റെ ഭാര്യ, ദൈവസഭയ്ക്ക് ഒരു അനുഗ്രഹമായി മാറി. അനേക ദൈവദാസന്മാരെ സൽക്കരിക്കുന്ന, അവരുടെ പ്രതിസന്ധിയിൽ അവർക്ക് ആശ്വാസമായി തീർന്ന ഒരു മാതാവായി മാറി. We see that as time passed by, about the time when Apostle Paul is writing, the wife of Simon of Cyrene had become a very profitable sister in the assembly there, and we see that she was a great comfort to the servants of the Lord as they labored. പൗലോസ് പറയുന്നത് എൻ്റെ അമ്മയെന്നാണ്. So much so that Apostle Paul addresses her as his own mother. എൻ്റെ അമ്മയ്ക്ക്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ദൈവം ശീമോനെ മാത്രമല്ല, ശീമോന്റെ മക്കളെയും അനുഗ്രഹിച്ചു, മാത്രമല്ല അവരുടെ ഭാര്യയെ അനുഗ്രഹിച്ചു. Dear ones, the Lord not only blessed Simon, but he blessed his children and blessed his wife. ക്രൂശ് ചുമക്കുന്നവരുടെ ഭാഗ്യവും അനുഗ്രഹവും നമ്മുടെ പിതാക്കന്മാരെ ക്രൂശ് ചുമന്നെങ്കിൽ അവരുടെ മക്കൾക്ക് ഈ നിലയിലുള്ള നന്മയും അനുഗ്രഹവും ദൈവം തരുന്നു എന്നുള്ളത് അതൊരു യാദൃശ്യമായ കാര്യമല്ല. We see that when our fathers they bore the cross for the Lord blessed them, not only blessed them but their children. This is not something that happened by chance. ഞാൻ എൻ്റെ സാക്ഷ്യം പറയുമ്പോൾ 36 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വന്ന കർത്താവിൻ്റെ വേല ചെറിയ തോതിലാണ് തുടങ്ങിയെങ്കിലും എൻ്റെ സഭയുടെ കാര്യം മാത്രമാണ് ആദ്യം ഞാൻ നോക്കിയത്.
When I consider myself, about 36 years back when I came into the ministry, I started the ministry in a very small way, but my main focus was on my local assembly. അന്ന് ഞാൻ സൺഡേ സ്കൂൾ എടുക്കുന്നുണ്ട്, ഇന്നും ഞാൻ സൺഡേ സ്കൂൾ എടുക്കുന്നുണ്ട്. I used to take Sunday school that time. I have continued, and even today I take Sunday school. അതുകൊണ്ട് അതൊരു ചെറിയ ജോലിയായിട്ട് കാണരുത്. Therefore, do not consider that as something trivial. അതുകൊണ്ട് എൻ്റെ മക്കളും ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ ദൈവത്തിൻ്റെ കർത്താവിൻ്റെ സാക്ഷികളായിട്ട് കർത്താവിന് വേണ്ടി അവർ വളരെയധികം ശോഭിച്ചുകൊണ്ടിരിക്കുകയാണ്. Therefore, my children, wherever the Lord has kept them, they are continuing to shine for the Lord. കർത്താവിന് വേണ്ടി നാം അവൻ്റെ ക്രൂശ് ഏത് വിധത്തിലുള്ള ക്രൂശായി തോന്നിയാലും അത് ചുമക്കുവാൻ തക്കോണം നാം തയ്യാറാകുക. If we are ready to bear the cross, no matter what kind of cross it is, if we are ready to bear the cross for the Lord. എത്ര നോട്ടീസിൽ എൻ്റെ പേരുണ്ടാവുമെന്ന് നാം ചിന്തിക്കരുത്. Let us not think about how many notices would have my name on it. മീഡിയാസിൽ എത്ര വരുമെന്ന് നീ ചിന്തിക്കണ്ട. Don't think how many times my name would appear in social media. പക്ഷേ നിന്റെ മക്കൾ മുഖാന്തരം നീ അറിയപ്പെടും. But you would be known through your children. നിങ്ങളുടെ ഭാര്യമാർ മുഖാന്തരവും മക്കൾ മുഖാന്തരവും പട്ടണവാദിക്കൽ നിങ്ങൾ പ്രസിദ്ധമാകും. You would be those who would be known through your wife and through your children. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. May God help us. അവന്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. May His name alone be glorified.